Hey all, welcome to our YouTube channel. It's me, Kavilakshmi. ഞാൻ ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയതാണ്. അവിടെ ഇരുമ്പമ്പുളി ഉണ്ട്. അപ്പോൾ ആ ഇരുമ്പമ്പുളിയും ചക്കക്കുരുവും പരിപ്പും വെച്ച് കറി വെക്കാനായിരുന്നു പ്ലാനിങ്. പക്ഷേ വിചാരിച്ച പോലെ ഇരുമ്പമ്പുളി ഒന്നും കിട്ടിയില്ല. ആകെ 4 കിട്ടിയുള്ളൂ. അത് വെച്ച് കറി വെക്കാനും അത്ര ടേസ്റ്റും ആവില്ല. അപ്പോൾ പിന്നെ കയ്യിൽ കിട്ടിയത് ഞാൻ പറിച്ചെടുത്തു. ചെറുത് എൻ്റെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതിനെ മുകളിലെ ടാപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പല്ല് തേപ്പിക്കുകയായിരുന്നു. ചെറുതിനാണെങ്കിൽ തന്നെ തേക്കണം പല്ല്. ചിലപ്പോൾ ബ്രഷ് ഇടാറുണ്ട്, ചിലപ്പോൾ കൈ ഇടാറ്. അപ്പോൾ വീഡിയോ എടുക്കലും ബ്രഷ് ചെയ്യലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റണ പോലെ ഞാൻ അതൊക്കെ വീഡിയോ കുറച്ചെടുത്തു. അങ്ങനെ 2 മാങ്ങയൊക്കെ പഴുത്തത് കിട്ടി. അതും പെറുക്കിയെടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോന്നു. ചെറുതിനെ ഞാൻ അവിടെ സ്ലാബിലിരുത്തി അടുക്കളയിൽ. രാവിലെ ഉറങ്ങി എണീച്ചതിൻ്റെ മന്ദപ്പും ഉഷാറ് കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വല്ലതും ചെന്നാലേ ബൂസ്റ്റ് ആവുള്ളൂ ആൾ. ഞാനപ്പോൾ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പൊന്ന് നന്നായി കഴുകിയെടുക്കണം. അത് എത്ര കഴുകിയെടുത്താലും ഇങ്ങനെ വെള്ള കളറിൽ ഊറി വരും അല്ലേ. ഞാൻ 4-5 വട്ടമൊക്കെ കഴുകാറുണ്ട്. പിന്നെ ചക്കക്കുരും മാങ്ങയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അത് കഴുകിയെടുത്ത് പരിപ്പിൻ്റെ കൂടി ഇട്ട് അടുപ്പത്ത് വെക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും സബോളയും ഉപ്പും ചേർത്തൊന്ന് വേവിക്കാൻ വെക്കണം. എരിവുള്ള പച്ചമുളകാണെങ്കിൽ പിന്നെ നമ്മൾ അരപ്പരക്കണയിൽ മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ കൊപ്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്ത് കുറച്ച് മാറ്റി വെച്ച് കുറച്ച് ഈ കറിയിലേക്കും എടുത്തു ഞാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതൊന്ന് അരച്ചെടുത്ത് കുക്കർ തുറന്നപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് പാകത്തിനായിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ എൻ്റെ കയ്യിലേക്ക് മുഴുവൻ അടിച്ചു കിട്ടി. വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കുമ്പോൾ ഇത് പറ്റില്ല. അങ്ങനെ ഞാനപ്പോഴത്തേക്കും ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ അത് കുക്കറിലേക്ക് ചേർത്ത് അതും ഒന്ന് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടാൽ നമ്മുടെ പരിപ്പ് കറി റെഡി. അപ്പോഴേക്കും വേഗം ഒന്ന് എല്ലായിടും ഒന്ന് അടിച്ച് വൃത്തിയാക്കായിരുന്നു. അപ്പോഴേക്കും ചെറുതിന് കാർട്ടൂൺ വേണം, പാട്ട് വേണം. അപ്പോൾ പിന്നെ ഒരു പാട്ട് വെച്ച് കൊടുത്തപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കാപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ അശ്വിൽ നിറയെ തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുത് അതിന്മേൽ പിടിച്ചിട്ട് കുലിക്കലും ആട്ടലും പാട്ടും അതിന്മേൽ കയറി ഒരു ബഹളമായിരുന്നു. ഞാനപ്പോൾ ചായ കുടിക്കുന്നതിനിടയിൽ അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു. ഒന്ന് കണ്ടു നോക്ക്. പ്ലാന്റിങ് കുറേ ഉണ്ട്. പഴയതൊക്കെ തന്നെ അതൊന്ന് ചെയ്യണം. കുറച്ച് പണിയൊക്കെ ഉണ്ട്. അമ്മ അപ്പോഴേക്കും മുകളിൽ പോയിട്ട് ആത്ത പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം പൊട്ടിച്ചുകൊണ്ട് വന്നു. വളരെ കുറച്ചുള്ള ആകെ 3 ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി പഴുത്ത് ഞെക്കൊക്കെ കൊള്ളുണ്ടായിരുന്നു. താഴെ വീഴേണ്ട എങ്ങനെയാണോ കുറച്ചെടുത്ത്. ഞാൻ അന്നേരത്തെ അടുക്കളയിൽ കുറച്ച് പണികളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഞ്ഞിയാണ് കുടിച്ചത്. ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ചോറ് വാരിയെടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞി കുടിക്കാനാണ്. അത് ഈ കോമ്പിനേഷനല്ല കേട്ടോ. പിന്നെ ഞാൻ എളുപ്പത്തിൽ എന്താ ചെയ്യുന്നറിയോ, ചിലപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടെങ്കിൽ ആ കഞ്ഞിയുടെ ഉള്ളിൽ ചെറുപയർ കഴുകിയിട്ട് അതിലിട്ടിട്ട് ഒറ്റയടിക്ക് വിസിലിനങ്ങോട്ട് ഇതാവും. അപ്പോൾ ഒറ്റയടിക്ക് പരിപാടിയും തീരും, വേഗം എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെയും ചെയ്യും. ഞാൻ കുറച്ച് മാങ്ങ പുളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് വന്നപ്പോൾ ഞാൻ ചെറുത് ഉറങ്ങി. അപ്പോൾ പിന്നെ ഞാനൊന്ന് വേഗം തലയിൽ വെളിച്ചെണ്ണ പറ്റി ഇങ്ങനെ കുളിക്കാൻ നോക്കുമായിരുന്നു. ഞാൻ ആട്ടാനുള്ള തേങ്ങ കിട്ടില്ല ഇവിടുന്ന്. കുറച്ചുണ്ടാവുള്ളൂ, വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ കറിക്കെടുക്കും. നമുക്കിനി കുറച്ച് താളി പറിച്ചിട്ട് വരാം. ഈ ആത്തമരത്തിൽ 3-4 കായുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം അമ്മ പഴുത്തിട്ട് പറിച്ചു കൊണ്ടുവന്നത്. എനിക്ക് താളി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ സ്വതവേ ചെമ്പരത്തി താളി അല്ലെങ്കിൽ നീരോലി ഇല്ലേ, അതും ബെസ്റ്റാണ്. അത് വെച്ചിട്ടാണ് തല കൂടുതലും കഴുകാറ്. പിന്നെ എളുപ്പത്തിന് വേണ്ടി ഷാമ്പു ഉപയോഗിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് തന്നെയാണ്. കവറിട്ട് പൊതിഞ്ഞ് വെച്ച പോലെ ഉണ്ടല്ലേ. അയ്യോ, ഇന്നലത്തെ കൺവെൻഷയുടെ അവിടെ ഇരുന്നത് ഇപ്പം തപ്പിയെടുത്ത് തന്നെ കസേരമേ കയറി നിന്നിട്ട് എന്നെ താളി തലയിൽ കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞതാ. അപ്പോഴത്തേക്ക് ഈ കൺവെൻഷൻ മുഴുവൻ മുഖത്ത് വാരി പെരട്ടാണ്. നോക്ക്. നീ ഡൈനിങ് ടേബിളിലേക്ക് കയറി അവിടെ ഒന്ന് ഭയങ്കര കളിക്കായിരുന്നു ഗ്ലാസ് വെച്ച്. അങ്ങനെ കളിച്ച് കുറേ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിളങ്ങിയപ്പോൾ അത് കുറച്ച് ഗ്ലാസ്സുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് വേഗം കുളിച്ചു റെഡിയായി. തലയൊക്കെ തോർത്ത് വരുമ്പോഴത്തേക്കും ചെറുതവിടെ ഗംഭീര കളിയായിരുന്നു. ഒന്ന് കണ്ടു നോക്ക്, കസേരമേ കയറിയെന്നിട്ട് ഭയങ്കര കളിയാണ്. എന്നെ താഴെ ഇറങ്ങ. ഏ ഏ ഏ
ഏ ഇങ്ങനെ താഴെ ഇറങ്ങ. ഇങ്ങനെ ഇറങ്ങ താഴേക്ക് കൊച്ച്. കൊച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങ. കുഞ്ഞിങ്ങനെ താഴെ ഇറങ്ങ. കുഞ്ഞിങ്ങനെ താഴെ ഇറങ്ങ. താഴെ എങ്ങനെ ഇറങ്ങാ കുഞ്ഞ്? ഇനി താഴേക്ക് ഇറങ്ങാ കുഞ്ഞ്. വേലൊക്കെ ഒന്ന് അറിയപ്പോഴത്തേക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ. നല്ല ഭംഗിയുണ്ട്. ഇതിലിപ്പോൾ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, എനിക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതറിയോ എന്താന്നുള്ളത്? നിത്യവഴുതനങ്ങ. ദേ അതിൻ്റെ തൈ അവിടെ മാറ്റി നടാനുണ്ട്. അത് തൽക്കാലം ഇന്നിപ്പോൾ എന്തായാലും മാറ്റി നടണം. ദേ ഒരു വട്ടം അതൊക്കെ പറിച്ച് തോരൻ വെച്ചു കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം കിട്ടിയില്ല, ആകെ ഒരു കടയുള്ളൂ. ഒരു കട മുകളിലുള്ളത് കേടായി പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ടപ്പെട്ട് എന്താ പറയുക, നമുക്ക് ഈ വയലറ്റ് മുളകിൻ്റെയൊക്കെ വിത്ത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ മിക്ക നഴ്സറികളിലും പോകുമ്പോൾ ചോദിക്കും വിത്തെങ്കിലും, പക്ഷെ കിട്ടാറില്ല. ഞാൻ എന്നിട്ട് മണ്ണൂത്തിന്ന് ഒരു തൈ മേടിച്ച് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണ്ടച്ചിട്ടുള്ള വയലറ്റ് മുളക്. അതുപോലെ നെയ്മുളകൊക്കെ ഇല്ലേ, അങ്ങനെ അതിൻ്റെ ആരുടെങ്കിലും കയ്യിൽ വിത്ത് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. എനിക്കും കൂടെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് മേടിച്ച് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു തരണേ. വയലറ്റ് മുളക് അതിൻ്റെ ഒരെണ്ണമാണ് ഇത്. നിറയെ മുളകുണ്ടായിരുന്നു, കുറേയൊക്കെ പൊട്ടിച്ചു. ചെറുത് കുറേ കളിച്ച് ഇവിടെ നിന്നിട്ട് ഞാൻ നനയ്ക്കാനായിട്ട് ചെറുത് വരും. അപ്പോൾ ചെറുതിൻ്റെ വീതം ഇതിനെ കൈ എത്താവുന്ന സ്ഥലത്തുള്ളതൊക്കെ പറിച്ച് കളയും. അങ്ങനെ കളഞ്ഞിപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.